നമസ്തേ. രാമഗോപാലിന്റെ കത്ത്. മുനിസ്വാമിക്ക് ചെറിയ കുട്ടികളെ ഇഷ്ടമല്ല. മഹാശല്യക്കാരാണ് അവരെന്ന് മുനിസ്വാമി എപ്പോഴും പറയുമായിരുന്നു. ഒരു കുട്ടിയായാലും രണ്ടുപേരായാലും ഒരുപോലെയാണെന്ന് മുനിസ്വാമി പറയുമായിരുന്നു. ഏതു നേരവും ബഹളം. പന്ത് കളിച്ച് ജനാൽച്ചില്ല് പൊട്ടിക്കും, ഭിത്തിയിൽ കുത്തി വരയ്ക്കും. അവനുകളെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. 2 നിലയുള്ള വീടായിരുന്നു മുനിസ്വാമിയുടേത്. താഴത്തെ നിലയിലായിരുന്നു മുനിസ്വാമിയും ഭാര്യയും താമസിച്ചിരുന്നത്. അവരുടെ മക്കൾ ദൂരദേശത്തെ ജോലിക്കാരാണ്. നമ്മുടെ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുത്താലോ? ഒരു കുടുംബം കൂടി കൂട്ടിനുള്ളത് നല്ലതല്ലേ? ഒരിക്കൽ മുനിസ്വാമിയുടെ ഭാര്യ മുനിസ്വാമിയോട് ചോദിച്ചു. അത് ശരിയാണെന്ന് മുനിസ്വാമിക്കും തോന്നി. വീട് വാടകയ്ക്ക് കൊടുക്കാനെന്ന് കാട്ടി പത്രത്തിലൊരു പരസ്യം കൊടുത്തു. പക്ഷേ ഒരു കണ്ടീഷൻ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ വീട് തരില്ല. അങ്ങനെയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പക്ഷേ മിക്കവരുടെയും വീട്ടിൽ കുട്ടികളുണ്ടായിരുന്നു. അതിനാൽ മുനിസ്വാമി അവർക്കാർക്കും വീട് കൊടുത്തില്ല. അതിൽ വന്ന ഒരു കത്ത് മുനിസ്വാമിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു രാമഗോപാലിന്റെ കത്ത്. സാർ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ മാത്രമാണ് ഉള്ളത്. ഞങ്ങൾക്ക് 3 പേർക്കും താമസിക്കാൻ അങ്ങയുടെ വീട് തരുമോ? അപ്പോൾ തന്നെ മുനിസ്വാമി സമ്മതിച്ചു. അഡ്വാൻസും വാങ്ങി ഏതാനും ദിവസങ്ങൾക്കകം മുകളിലത്തെ നിലയിൽ താമസിക്കാനെത്തി. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സുകാരനായ ഒരു വികൃതി. അച്ഛനും അമ്മയും ഒരു രാമഗോപാലിനും മാത്രമാണ് താമസിക്കാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഏതാണ്? മുനിസ്വാമി ചോദിച്ചു. ഞാനാണ് കത്തെഴുതിയ രാമഗോപാൽ. മുനിസ്വാമി കണ്ണു മിഴിച്ചിരുന്നു. നമസ്തേ.